നമസ്കാരം. എനിക്ക് കേരളത്തിൽ എൻ്റെ കുറേ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാക്കന്മാരിൽ ഒരാൾ പി സി ജോർജാണ്. പി സി ജോർജ് ടി വിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പിന്നെ എനിക്കിഷ്ടമുള്ള നേതാവാണ് വെള്ളാപ്പള്ളി. എൻ്റെ അപ്പുറത്തെ റൂമിലൊരു ഫാനുണ്ട്. ആ ഫാൻ എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെയാണ്. ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് വെള്ളാപ്പള്ളി. ഇങ്ങനെ തിരിയുന്ന ഫാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഫാൻ. എനിക്കിപ്പം ഇന്ന് കിട്ടിയ ഉദാഹരണം, എൻ്റെ ബുദ്ധിയിൽ വന്നൊരു ഉദാഹരണമാണ്. നിങ്ങൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എന്താ റിവോൾവിങ്, എന്തായാലും പറയുക, റൊട്ടേറ്റിങ്, എന്താ എനിക്കറിയില്ല. എൻ്റെ ഫാനിൻ്റെ പേര് എനിക്കറിയില്ല. കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുപോലെയാണ് ഇന്നലെ ചില കാമുകന്മാരുണ്ട്. അതുപോലെ ഒരു പെണ്ണിനെ കണ്ടു പറയും, നീയാണ് എൻ്റെ കൽബിലെന്ന് പറയും. അപ്പുറത്ത് മറ്റേ പെണ്ണെ കാണുമ്പോൾ ഇവിടെ നോക്കിയിട്ട് പറയും, ഇവിടെ അങ്ങോട്ട് പോയി പറയും, നീയാണ് എൻ്റെ കൽബിലെന്ന് പറയും. ഇതാണ് നമ്മുടെ വെള്ളാപ്പള്ളി. എങ്ങനെയാണ് വെള്ളാപ്പള്ളി ഇഷ്ടപ്പെടാതിരിക്കുക? ജീവിച്ചു പോകാൻ ഇതൊക്കെയല്ലേ നല്ല മാർഗം. നമസ്കാരം. പരിപൂർണമായിട്ട് ചാണക ഉരുളിയെടുത്ത് ചാടി ആര്? വെള്ളാപ്പള്ളി നടേശൻ സാറും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും അദ്ദേഹത്തിൻ്റെ മകനും. മകൻ പിന്നെ BJPയുടെ കൂട്ടുകക്ഷിയാണ്, കൂട്ടുകൃഷി. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ തൊന്തം ഇതൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. 2 ദിവസം മുമ്പ് വന്നു, ആരാണ്ടാ പിണറായി, ഏതവനാണ്ടാ പിണറായി, ഏഴവന്മാരെ ഒരൊറ്റ വോട്ട് പോലും പിണറായിക്ക് കിട്ടില്ല. SNDPയെ കാൽ കീഴിലാക്കാം എന്ന് വിചാരിക്കേണ്ട. ഞാനുള്ളിടത്തോളം അത് നടക്കില്ല. പിണറായി അയാളുടെ സ്വഭാവം മാറ്റണം. പിണറായി അയാളുടെ കയ്യും കാലും തലയും എല്ലാം മറ്റെന്തായാലും പറയുക, നമ്മളെ മൈക്കൽ ജാക്സൺ പറഞ്ഞ പോലെ ഒക്കെ വൈറ്റ് വാഷ്, എന്തായാലും പറയാം, പ്ലാസ്റ്റിക് സർജറി നടക്കണം. ഇപ്പോഴത്തെ ഈ പരിപാടി ശരിയല്ല. ഗോവിന്ദമാഷികളിൽ വേറെ ഗോവിന്ദമാഷിക്ക്, മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതിനുള്ള വേറെ പൂലഭ്യം പോലെ അങ്ങോട്ട് പറയായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുൻപുള്ള 2-3 ദിവസം അതായിരുന്നു. ഇന്ന് കാലത്ത് TV വെച്ചപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയോ? പിണറായിയെപ്പോലൊരു നേതാവിനെ കേരള മക്കൾ തന്നെ പിണറായിയെപ്പോലൊരു നേതാവിനെ കേരള മക്കൾ കണ്ടിട്ടില്ല. BJPയും UDF ഒന്നും SNDPയുടെ വോട്ട് കണ്ടിട്ട് മോഹിക്കണ്ട, വെള്ളറക്കണ്ട. SNDPയുടെ വോട്ട് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. സത്യാണോ? 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് ഒറ്റനത്തെ പ്ലേറ്റ് അങ്ങോട്ട് തിരിച്ചു വെച്ചു. കാരണം എന്താ കാരണം? അവിടെ കൊണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കുളു പൊട്ടിക്കും, അതിങ്ങനെ ആകെ മൂടും. ഇവരോട് കൂട്ടിച്ചേർന്നതിൽ അവിടുന്ന് വേറൊരു സാധനം വരും, ഇടി. ഇവിടുന്ന് വേറൊരു സാധനം വരും. അപ്പം എന്ത് ചെയ്യുന്നു? ഇടയ്ക്ക് അവിടെ നോക്കിയിട്ട് കണ്ണടിക്കുക, ഇടയ്ക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ണടിക്കുക. ഇതേ മാർഗമുള്ളൂ. ഇടയ്ക്ക് BJPക്കാർ നോക്കി കണ്ണടിക്കുക, ഒരിക്കൽ LDFിൽ നോക്കി കണ്ണടിക്കുക. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം പറഞ്ഞിരിക്കുകയാണ്, ഒരു പാർട്ടിയുടെയും വാലല്ല ഞാൻ, ഒരു പാർട്ടിയുടെയും ചൂലല്ല ഞാൻ, മൂന്നാമതും LDF സർക്കാർ തുടരാനാണ് സാധ്യത. അതിനുവേണ്ടി ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശ ഗുരു. പിണറായി വിജയൻ തലയെടുപ്പുള്ള നേതാവാണ്. അദ്ദേഹത്തിനൊരു ശൈലിയുണ്ട്, അത് മഹോന്നതമാണ്. അത് മാറ്റേണ്ടുന്ന യാതൊരു കാര്യവും ഇപ്പോഴില്ല. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലി കൊണ്ടൊന്നുമല്ല, പിണറായിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടൊന്നുമല്ല LDFന് വോട്ട് കുറഞ്ഞത്. അതിന് കാരണം വേറെ ഇവിടെ ക്രിസ്ത്യാനികളാണ്.
ഇന്നലെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഇവിടെ ഒരു കൂട്ടം ആളുകൾക്ക് എല്ലാം തൊള്ളയിൽ ഇറക്കി കൊടുക്കണമെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇപ്പം പറയുന്നു ക്രിസ്ത്യാനികളാണ് ഇവിടെ NDA ജയിപ്പിക്കുന്നത്. LDF വോട്ട് കുറഞ്ഞതിൻ്റെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു. സംസ്ഥാനത്ത് 3ാമതും LDF സർക്കാർ വരും, എല്ലാം ശരിയാക്കും. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളും വർഷങ്ങളുമായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 3-4-5 വർഷങ്ങളായിട്ട് മുസ്ലിം സമൂഹത്തെ പിറക്കുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞൊരു സംഭവം അറിയില്ലേ? ആ കേസുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കേസുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വിട്ടുപോകും. പിന്നെ ഇപ്പം പറഞ്ഞു ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് എല്ലാം തള്ളിക്കൊടുക്കുന്നത്. അതിന് മുസ്ലിം സമുദായത്തിൽ അതിന് ഇങ്ങനെ മറ്റെന്തോ നവോത്ഥാന എന്തോ ഇതിൻ്റെ നായകനൊക്കെയാണ്. അതിൻ്റെ ഒപ്പം നിന്നിരുന്നൊരു മുസ്ലിം നേതാവ് അപ്പം ഇറങ്ങിപ്പോയി. ഉടനെ തന്നെ മുസ്ലിം നേതാക്കന്മാർ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾക്കെന്താണ് ആവശ്യത്തിലേറെ നൽകിയത്, അതൊന്ന് പറയാമോ? ആവശ്യത്തിലേറെ കൊടുത്തു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യത്തിലേറെ കൊടുത്തു, അതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ് ആവശ്യത്തിലേറെ? അനധികൃതമായിട്ട് ഞങ്ങൾക്ക് അവകാശമില്ലാത്ത, ഞങ്ങളെ പ്രിവിലേജിൽ പെടാത്ത എന്തൊരു കാര്യമാണ് LDF സർക്കാരും UDF സർക്കാരും ഞങ്ങൾക്ക് നൽകിയത്? പറയണം. ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ കുറേ ഒരു ലണ്ടനിലൊരു പെണ്ണുണ്ട്, കണ്ണൊക്കെ അടച്ചിട സംസാരിക്കുക, അപ്പം തന്നെ മൂക്കിൽ വലിയ 2 ദ്വാരമൊക്കെ ആയിട്ട്. അവളെപ്പോഴും പറയും മുസ്ലിങ്ങൾക്ക് മദ്രസയിൽ മുസ്ലിങ്ങൾക്ക് പൈസ കൊടുക്കുന്ന നിർത്തണമെന്ന്. ആരാണ്ടി മറ്റുള്ള അവർക്ക് പൈസ കൊടുക്കണേ? ഈ കേരളത്തിലുള്ള ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു വക്കീലിനെ വെച്ച് കോടതിയിൽ കേസ് കൊടുത്തൂടെ? ഞങ്ങളുടെ നികുതി പണം മദ്രസകളിലെ ഉസ്താദുമാർക്ക് ഒരു മാസത്തിൽ 10 ലക്ഷം രൂപയാ എത്രയും പറഞ്ഞാൽ കൊടുത്തൂടെ? അവർക്ക് ശമ്പളം കൊടുക്കണു, അത് സമ്മതിക്കരുത്. എന്താ കേസ് കൊടുക്കാത്തെ? ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ കോടീശ്വരന്മാരൊന്നുമല്ല. ഈ പള്ളിയിലെ പിശാചികളെ പോലെ മെർസഡസ് കാറൊന്നും അവർക്കില്ല, ഓരോ ഉസ്താദിനുമില്ല. അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവർ ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കും, നാളെ മറ്റൊരു വീട്ടിൽ ആഹാരം കഴിക്കും. ആ പഠിപ്പിക്കുന്ന കുട്ടികൾ കൊടുക്കുന്ന ഫീസ് മാത്രമാണ് അവരുടെ ജീവിതത്തിന് ആധാരം. എന്നിട്ട് ഇവിടുന്ന് തണ്ടിയെ പോലെ കെട്ടിക്കൊടുത്ത ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ഈ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും ഇടയ്ക്കൊന്ന് കൂടി. ഇപ്പോൾ എന്താ പറഞ്ഞത്? ഒരു 2-3 ദിവസം മുമ്പ് എന്താ പറഞ്ഞത്? അനധികൃതമായിട്ട് എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണെന്ന്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കരുതുന്ന പോലെ എന്ന് നമ്മളെന്തെങ്കിലും കരുതിയോ? നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ മുസ്ലിം വിരോധിയല്ല. തൃശ്ശൂരിൽ ചെമ്പുകോഴി ജയിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ടാണ്. ഇത് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? ആദ്യം പറഞ്ഞത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. 2 ചില്ലാനം ലക്ഷം വോട്ടാണ് ഒല്ലൂരിലെ ക്രിസംഖികളും ഇരിഞ്ഞാലക്കുടത്തെ ക്രിസംഖികളുടെ ഒപ്പം ക്രിസ്ത്യാനികളും ഉണ്ട് കൊടുത്തത്. പോരെ എളിയ ആ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാമോഫോബിയ. ഇവനവിടെ പോയിട്ട്, ഈ വളിപ്പച്ചാൻ അവിടെ പോയിട്ട് നേടിക്കൊണ്ടുവരുന്ന സ്വാഹ മന്ത്രി, ഒരു അടിച്ചുതളി മന്ത്രിയാണത്. മറ്റുള്ള മന്ത്രിമാരെ അവിടെ ഇവിടെ അടിച്ചുതളിയില്ല. അതിവിടെ കൊണ്ടുവന്നപ്പോഴേക്ക് ഇവർക്ക് വിഷമമൊന്നുമില്ല. ഇവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, മുസ്ലിം സമൂഹത്തിൻ്റെ മുഖത്ത് കരിവാരി തേക്കണം. അതിനിവിടെ BJPക്ക് ഒരു സീറ്റ് അവരായിട്ട് കൊടുത്തു. പക്ഷെ അതിനകത്ത് വലിയൊരു വിഡ്ഢിത്തം അവർക്ക് പറ്റി. നാളെ 18% മാത്രമുള്ള ഈ ഗ്രൂപ്പ് ഇപ്പുറത്ത് നിന്ന് ഒരു പോളറൈസേഷൻ നടത്തി ഇവിടുത്തെ MLA-മാരെ കുറേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ 22% ഉണ്ട്. അവർക്കൊക്കെ അവരുടെ ചിന്താഗത പദ്ധതികളുണ്ട്, അതിൽ നിരീശ്വരവാദികൾ പോലും ഉണ്ട്. പക്ഷെ അവരുടെ പോളറൈസേഷൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായി മാറും? ഇതായിട്ട് മാറും. അവർ കൊടുക്കും, കോലുമിട്ടായി കൊടുക്കും, അതിലിട്ട് ഉമ്പാൻ. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴാണ് ഈ കാര്യം അന്നേ വിളിച്ചു പറഞ്ഞതാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് അന്നേ വിളിച്ചു പറഞ്ഞ കാലത്ത് രാഷ്ട്രീയ ഇലക്ഷനിലല്ല നടന്നിട്ടുള്ളത്. ഇത് അസൂയ, പൗശന്യം, പോരെ, കുശുമ്പ് അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ളൊരു പരിപാടിയാണ്. അന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും പറയുകയാണ് തൃശ്ശൂരിൽ കോഴി ജയിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ടാണ്.
അതിൽ എനിക്കും പങ്കില്ല, SNDPക്കും പങ്കില്ല. ഞങ്ങൾ അവർക്കെല്ലാം വോട്ട് ചെയ്തെന്ന്, അതായത് BJP എല്ലാം വോട്ട് ചെയ്തിട്ടുള്ളത്. താൻ ഒരു പാർട്ടിയുടെയും വാലല്ല, ഒരു പാർട്ടിയുടെയും പിൻഭാഗം അടിച്ചു വാരാൻ നടക്കുന്ന ചൂലുമല്ല ഞാൻ. LDFിൻ്റെ ഐശ്വര്യമാണ് NDF. അത് ശരിയാണ്. ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ LDFന് അവർക്ക് അവരുടെ നയമുണ്ട്. നയം ശരിയോ തെറ്റോ അത് നിങ്ങൾ തീരുമാനിച്ചു, ഞാൻ പറയുന്നില്ല. ആ നയത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെ വെട്ടിമാറ്റാൻ പറ്റില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന 100 പേരിൽ 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിരിക്കും. ബാക്കി 90 പേരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതിന് മാറ്റമില്ല. റിസർവ് ബാങ്കിലുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അവിടുത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആ മാറ്റമില്ല. പലിശ കുറവാണെങ്കിലും മാറ്റമില്ല. ബാക്കിയുള്ള വോട്ടുകളാണ് UDFന് കിട്ടിയിരുന്നത്. ഇവിടെ ഇപ്പോൾ ആ UDFിൻ്റെ വോട്ടുകൾ അഥവാ കോൺഗ്രസിൻ്റെ വോട്ടുകൾ, കോൺഗ്രസ് ഇങ്ങനെ കണ്ണടിച്ച് കാണിച്ച് കോൺഗ്രസ്സുകാർ മുഴുവൻ കണ്ണടിച്ച് BJPക്ക്, സുധാരൻ പാർട്ടികളൊക്കെയാണല്ലോ ഞാൻ വേണ്ടി വന്ന് അറസാവെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ കണ്ണടിച്ച് കാണിച്ചു. അച്ഛൻ കണ്ണടിച്ച് കാണിച്ചാൽ മക്കളും കണ്ണടിച്ച് കാണിക്കില്ലേ എന്ന് പറയുന്ന പോലെ പിള്ളേരും കണ്ണടിച്ച് കാണിച്ചു. ഇപ്പം എന്തായി? കുറേ വോട്ട് അങ്ങോട്ട് പോയി. ഇവിടെ BJPക്ക് 10 വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എണ്ണിക്കോ, BJPക്ക് 10 വോട്ടേ കിട്ടാറുള്ളൂ. ഇത്തവണ 20 വോട്ടായി. അപ്പോൾ ഇപ്പുറത്ത് എണ്ണുമ്പോൾ കോൺഗ്രസിന് 100 വോട്ട് കിട്ടാറുണ്ട്, 90 ആയിട്ടുണ്ടാവും. ആ വോട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ NDF എന്ന് പറഞ്ഞാൽ BJP മുന്നണി, NDF LDFിൻ്റെ ഐശ്വര്യമാണ്. സത്യ വാസ്തവ യാഥാർത്ഥ്യ പിന്നെന്താ, അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത്. ത്രികോണ മത്സരം ഉണ്ടാകുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ഗുണം. കയ്യും കെട്ടിയിരുന്നാൽ മതി, ഈസി വാക്ക് ഓവർ ആയിരിക്കും. അടുത്ത പ്രാവശ്യം സംഭവിക്കുക. ഞാൻ രാഷ്ട്രീയം പറയില്ല, സത്യം പറയുന്നു. NDA ഇവിടെ മത്സരിച്ച് NDAക്ക് എവിടെയെങ്കിലും ഒരു മേൽഗതി ഉണ്ടായി കഴിഞ്ഞാൽ കൈയടിച്ച് രസിക്കുന്ന ആരാന്നറിയോ? LDFകാരാ. എന്തായാലും അദ്ദേഹം പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇടക്കാലത്ത് കാര്യമല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞോന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ സാറേ. അനാവശ്യമായിട്ട് BJP ഒന്ന് നക്കാൻ നോക്കി, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ശാഖ അംഗങ്ങളുടെ യോഗം വിളിക്കുന്ന മണ്ടത്തരം CPM ചെയ്യില്ല. SNDP ഇപ്പോഴും ഇടതിൻ്റെ കയ്യിൽ തന്നെ. ഇനിയിപ്പോൾ അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ നോട്ടം എവിടേക്കാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തുമായിട്ടാണ് യോജിച്ചു പോകുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇടതിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും SNDP കിടക്കുന്നത്. അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇനി അതിനേക്കാൾ വലിയൊരു തുറന്നു പറച്ചിൽ വേറൊന്നുമില്ലല്ലോ. ഇതിനേക്കാൾ എന്ത് നല്ല ഭാഷയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുമ്പ് പറഞ്ഞ പോലെ എന്തോ ഒരു നീട്ടങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ആരോ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ കടലാസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? വെള്ളാപ്പള്ളി നടേശന്. ധാരണ മോനെ പിണറായി തന്നയച്ചതാണ്. അത് വായിച്ചു നോക്കി. പിണറായി തന്നെ സർവവും. ഇത് വായിച്ചു നോക്കിയോടുകൂടി ബോധം പോയി. അത് പറഞ്ഞത് മുഴുവൻ മറന്നു. എന്തായാലും നാട്ടുകാരല്ല, ഈഴവ സമൂഹത്തിലെ ആൾക്കാർ ചോദിക്കുക, എന്നതാടേ ഇത്, എന്നതാടേ ഗുരു? നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ, SNDP എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാര്യയും മകനും കൂടിയതാണല്ലോ. ഈഴവ സമുദായത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഈഴവ സമുദായം എല്ലാ കാലഘട്ടത്തിലും ഈഴവ സമുദായത്തിൽ ഇന്നുള്ള ആളുകൾക്ക് ചിന്താശേഷിയുണ്ടെങ്കിൽ അവരൊന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഈഴവൻ ഒരു വരമ്പത്ത് ഒരു കുണ്ട് കുഴിച്ചിട്ട് അതിനകത്ത് പാളിയിട്ടിട്ട് കൊളുന്തൊഴിച്ച് ആ കാലത്ത് നിന്ന് മാറ്റം വരുത്തിയത് എന്താ, അതിനൊന്നും സംശയമില്ല. ഞാനൊരു ചരിത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ കുടിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊരു ചരിത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതറിയാവുന്നവർ മുലമറയ്ക്കാതെ ജീവിക്കാൻ, തുടമറയ്ക്കാതെ ജീവിക്കാൻ, കാതിൽ കമ്മലിട്ട് ജീവിക്കാൻ, വഴിയിലൂടെ നടക്കാൻ
അതിനൊക്കെ ഇവിടെ അവകാശം കൊടുത്തത്. AKGയും കൃഷ്ണപിള്ളയ്ക്കാണ് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. AKGയും കൃഷ്ണപിള്ളയും തല്ലിയിട്ടുണ്ട് ഗുരുവായൂർ. എന്നാൽ ഗുരുവായൂർ അപ്പച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ കയറി ചെല്ലുന്ന ഇടവന്മാർ മനസ്സിലാക്കണം ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികളെന്ന്. പീച്ച്ഞേപ്പിക്കാരൊന്നുമല്ല, ചീച്ച്ഞേപ്പിക്കാരൊന്നുമല്ല. അവർ കയറി വന്നാൽ പഴയ രാവണത്തിലേക്ക് മറങ്ങേണ്ടി വരും. അറിയാമോ? അതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ എൻ്റെ ഉള്ളിലെ കിളി പറക്കുന്നത് വരെ ഇവർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വോട്ടിന് വ്യത്യാസമൊന്നും വരില്ല. നമ്മുടെ കേരളത്തിലെ LDF UDF ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും മറയാവുന്ന രീതിയിലുള്ള വോട്ടിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. NDA വന്നോട് കൂടിയിട്ട് UDFൻ്റെ പടി തീർന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ എന്തോ ഒരു അസ്ത്രം അദ്ദേഹത്തിന് തലയ്ക്ക് വന്ന് അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു മതം മാറ്റം അദ്ദേഹം നടത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈഴവ സമൂഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പിന്നണിപ്പടിയാളികൾ ഈഴവ സമുദായമാണല്ലോ. അവരിപ്പോൾ പരതിക്കൊണ്ടിരിക്കുന്നത്, ഉള്ള ബുദ്ധി കൊണ്ട് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയാമോ? അല്ല നടേശഗുരു, നിങ്ങളിപ്പോൾ LDF ആണോ UDF ആണോ അതോ BJP ആണോ? നിങ്ങളിപ്പോൾ പിണറായിയുടെ ആളാണോ അതോ നിങ്ങൾ മറ്റേ കോൺഗ്രസിൻ്റെ ആളാണോ അതോ BJPയുടെ ആളാണോ? കൺഫ്യൂഷൻ തീർക്കണമേ. ഇതാണിപ്പോൾ ഇവിടെ നമ്മളുടെ എന്തായാലും പറയാം മറ്റേ SNDPക്കാരുടെ ഈഴവ സമുദായത്തിൻ്റെ പ്രശ്നം ഇതാണ്. കൺഫ്യൂഷൻ തീർക്കണമേ. എന്ത് കൺഫ്യൂഷൻ? ഈ സാധനത്തിൻ്റെ കൺഫ്യൂഷൻ. ഇങ്ങോട്ട് തിരിയും, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയും, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയും, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും. പക്ഷെ ഇപ്പോൾ ഈഴവ സമുദായം ഇപ്പം എന്തായെന്ന് അറിയാമോ? അവരിപ്പോൾ ഇങ്ങനെയായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ ഒരു രീതിയിലായി. അവർക്ക് എന്തോ കഴുത്തുളുക്ക് സംഭവിച്ച പോലെ അവരിപ്പോൾ ഇങ്ങനെയാണ്, എവിടെ നിൽക്കുന്നില്ല. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെയാണോ, വെള്ളാപ്പള്ളി നടേശൻ അവിടെയാണോ, വെള്ളാപ്പള്ളി നടേശൻ ഇവിടെയാണോ, വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണോ. ഇതാണിപ്പോൾ ആ ഫാനിൻ്റെ അവസ്ഥയാണ് ഈഴവ സമൂഹത്തിൻ്റെ. ശ്രീനാരായണ ഗുരുദേവ, അങ്ങ് ഒന്ന് പിറക്കേണ്ടിയിരുന്നത് ഇവിടെയൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെയല്ല അങ്ങ് പിറക്കേണ്ടത്. വല്ല ചൈനയിലേക്ക് പിറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലോക ഗുരുവായിട്ട് മാറിയേനെ. പക്ഷേ ഒരിക്കലും വേറെ എവിടെ പിറന്നാലും പിറക്കാൻ പാടില്ലാത്തൊരു സങ്കേതത്തിൽ അങ്ങ് പിറന്നുപോയി. അത് അങ്ങ് ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും കൊച്ചു പാപം ചെയ്ത് ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല, അതിൻ്റെ പേരിലായിരിക്കും. എന്തായാലും ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ഇപ്പോൾ ശ്രീ നടേശ ധർമ്മപരിപാലന സംഘമായി പറഞ്ഞത് ആരാ? ഞാനല്ല, സുകുമാർ അഴീക്കോട്. ആ വാക്കിന് ബലം കൂടുതലായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി എവിടെ എത്തിച്ചേരുന്ന അറിയില്ല. ഈഴവ സമൂഹം അപ്പോൾ പാട്ടുപാടി നടന്നോട്ടെ. എന്താ? കൺഫ്യൂഷൻ തീർക്കണമേ.